അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. JD സാറ് പ്രായവും പക്വതയും വന്ന ആളാ. നല്ല പ്രായത്തിലൊരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോ ജിഷക്കുഞ്ഞിന്റെ അത്രയും തന്നെ പ്രായമുള്ള കൊച്ചുങ്ങളുണ്ടായേ. എന്ന് വെച്ചാ മക്കളില്ലെങ്കിലും മുതിർന്ന മക്കളെ വളർത്താൻ പാകമായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ആ സ്ഥിതിക്ക് ഇതിങ്ങനെ തുടർന്നു പോയാൽ ഇനി ഒരു അച്ഛനാവാനാവില്ല, അച്ചാച്ചനാവാനാവും JD സാറിന് താല്പര്യം. എന്നുവെച്ചാ ഓ ഓ മനസ്സിലാവത്തില്ല, അത്രയ്ക്ക് പഞ്ചഭാവമായി കുഞ്ഞ്. എന്റെ കുഞ്ഞേ, ചേട്ടനോടുള്ള കടപ്പാടിന്റെ പേരും പറഞ്ഞു JD സാർ ഇപ്പൊ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? എന്താ? എന്നാ കേട്ടോ, ഇത്രയും പ്രായത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കിട്ടാതെ പോയ ഒരച്ഛൻ്റെ സ്ഥാനവും അതിൻ്റെ സുഖവും. ഇനിയിപ്പോൾ അവളുടെ ഭാവിയും അവളുടെ കല്യാണവും അവൾക്കൊരു കൊച്ചുണ്ടാവുന്നതൊക്കെ ആവും JD സാറിൻ്റെ സ്വപ്നം. അപ്പം പിന്നെ ആ ജീവിതത്തിൽ കുഞ്ഞിനുള്ള സ്ഥാനം എന്നതാണ്? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ റെഡിമെയ്ഡ് തയ്ക്കാനുള്ള ഏർപ്പാട് ഹമീദൊക്കെ ചെയ്തു തന്നില്ലേ? ആ ജോലി നീ തുടങ്ങുകയും ചെയ്തു. നീ തയ്ച്ച കുഞ്ഞുടുപ്പുകൾ കണ്ടാൽ അറിയാം നിനക്കതിലുള്ള മിടുക്ക്. നീ ഈ പറയുന്ന ഒന്നും എന്റെ ചെവിയിൽ കേറില്ലല്ലേ? അതെന്ത് പറ്റി? ദേ, നീ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ പറയല്ലേ. ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിപ്പോഴും എന്റെ മോളുടെ കൂടെ തന്നെയാ. ഓഹോ, എങ്കി പിന്നെന്തിനാ മണിയമ്മയുടെ വീട്ടിൽ ജയദേവൻ മോളെ കൂട്ടാൻ വന്നപ്പോ നീ ഓടി ഒളിച്ചളഞ്ഞത്? നിന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മുഖത്തു നോക്കി പറയാറുന്നില്ലേ? അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ലെന്നറിയില്ലേ. കൊണ്ടുപോയതിൽ സങ്കടമില്ല, പിന്നീട് അവളുടെ ഒരു വിവരം അറിയാത്തതിലുള്ള വിഷമം എനിക്ക്. നീ എനിക്കൊരു ഉപകാരം ചെയ്യൂ. അതെന്താ ഒരു പുതിയ ചോദ്യം? നീ പറഞ്ഞ ഏതുപകാരം ഞാൻ ചെയ്യാതിരുന്നത്? അല്ല, ഇത് വേറൊന്നും പോലെയല്ല. നീ ചെയ്യാൻ മടിക്കും. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഒന്ന് ദേവേട്ടനെ വീട്ടിലേക്ക് ഫോൺ ചെയ്യൂ. മോളെ എടുക്കുന്നെങ്കിൽ എനിക്ക് തന്നാ മതി. വേറെ ആരെങ്കിലും ആണെങ്കിൽ നീ മണിയെടുത്തിയുടെ കൂട്ടുകാരി രമണിയാണെന്നും ജിഷമോളുടെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതാണെന്നും പറഞ്ഞാ മതി. അത് വേണോ ഗീതേ? വേണം ലൈലേ. ഒരു മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ എന്റെ മോള്. അവൾക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണം. ഹലോ, ജയദേവൻ സാറാണോ? അതെ, ആരാ? ഞാൻ മണിയേട്ടത്തിയുടെ ഒരു കൂട്ടുകാരിയാ. ജിഷമോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവിടെ വന്നിരുന്നു. മോൾക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാ. കുഴപ്പമൊന്നുമില്ല, അവളിപ്പോ കോളേജിൽ പോയിരിക്ക. ആണോ? അവള് വന്നാ രമണി ആന്റി വിളിച്ചോന്ന് പറഞ്ഞാ മതി. പറ്റുമെങ്കിൽ ഒന്നിങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയണേ. പറയാം. ശരി. എന്താ പറഞ്ഞത്? ജയമോക്ക് കുഴപ്പമൊന്നുമില്ല, അവള് കോളേജിൽ പോയിരിക്കാണെന്ന്. ഈശ്വര, ദേവേട്ടന് സംശയമൊന്നുമില്ലല്ലോ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാ? അളന്നു മുറിച്ച് സംസാരിക്കുന്ന ആളല്ലേ നിന്റെ ദേവേട്ടൻ. മനസ്സിലുള്ളതൊക്കെ കഥയിലല്ലേ പുറത്തു വരൂ. എന്റെ മോളുടെ ഒച്ചയൊന്ന് കേൾക്കാൻ ആശിച്ചത് വെറുതെയായി. നീ ഒന്ന് സമാധാനിക്ക് ഗീതേ. മോള് കോളേജിൽ നിന്ന് വന്നാ ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കും, ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് വിളിക്കാം. എന്തു ചെയ്യാനാ, ഇനി രമണിയുടെ വേഷം കൂടി എനിക്ക് കെട്ടിയല്ലേ പറ്റൂ. എവിടെയായിരുന്നു ഇതുവരെ? ഔട്ട് ഹൗസിലോ? ഞാന് ജിഷയുടെ മുറിയിൽ. അവിടെ എന്താ? അവൾക്ക് ബൈറന്റെ ഒരു അനക്ഡോട്ട് വേണത്ര. ഓ, അപ്പൊ ട്യൂഷനും തുടങ്ങിയോ? കോളേജിൽ ചേരുന്നതിന് മുൻപ് ഞാൻ ഈ കാര്യം വെറുതെ ഒന്ന് സൂചിപ്പിച്ചപ്പോ JD എന്താ എന്നോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആ സബ്ജക്റ്റ് ആലോചിക്കേ വേണ്ടാന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ പെട്ടെന്നൊരു മാറ്റം? നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? നമ്മളൊരു കുട്ടിയെ കോളേജിൽ അയച്ച് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി എന്തുമാത്രം സ്റ്റുഡീസ് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ശ്രദ്ധ വേണമെന്നാ എന്റെ അഭിപ്രായം. ഇങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കടമ നിനക്കുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പക്ഷെ JDക്ക് അത് ഇഷ്ടാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിക്കുന്നത് മുഴുവൻ അവളുടെ കുറ്റങ്ങളും കുറവുകളും ആണല്ലോ. തനിക്കിത് എന്താടോ പറ്റിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ താൻ. ഓ, അതെങ്കിലും സമ്മതിച്ചു തന്നല്ലോ.
എന്റെ വാക്കുകൾ ചെവിക്കൊള്ളാതിരിക്കുകയും എന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ജെഡിയുടെ ഈ മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഇതൊക്കെ ഞാൻ നിന്നോട് എപ്പോ ചെയ്യുന്ന? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെന്താ? വിശ്വട്ടിനെ കൊണ്ടുവന്ന് ജിഷയെ കുറിച്ചുള്ള എന്റെ സംശയങ്ങൾ തീർത്തു തരാൻ ഞാൻ ജെഡിയോട് പറഞ്ഞതല്ലേ? അതിന് സമയമില്ല. അവൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി എഴുത്തു പോലും മാറ്റിവെക്കാം അല്ലേ? ഏട്ടനോടുള്ള കടപ്പാടിൽ ഭാര്യയുടെ മനസ്സ് കാണാതിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ജെഡിക്ക്? മതി, നീ അതിര് കിടക്കുന്നു. നിന്റെ അഭിപ്രായങ്ങൾക്കല്ല, അനാവശ്യമായ സംശയങ്ങൾക്കാണ് ഞാൻ കാതു കൊടുക്കാതിരുന്നത്. ചിലപ്പോഴൊക്കെ ഒരു സാധാരണ സ്ത്രീയുടെ നിലവാരത്തിൽ നിന്ന് താഴെ പോകുന്നു നീ. എന്താ ജെഡി ഇപ്പൊ പറഞ്ഞത്? എന്നെ കുറിച്ച് തന്നെയാണോ? ഞാൻ അങ്ങനെയാണെന്ന് ശരിക്കും ജെഡിക്ക് തോന്നിയിട്ടാണോ പറഞ്ഞത്? അതോ പെട്ടെന്നുള്ള ക്ഷോഭത്തിന് വെറുതെ പറഞ്ഞതോ? പറയാതൊഴിഞ്ഞു മാറാൻ ജെഡി എന്നെ സമ്മതിക്കില്ല. എനിക്കറിയണം ജെഡി എന്ന മഹാപ്രതിഭയ്ക്ക് നാദിര ചേരാതായോന്ന്. ചുമ്മാ പറ, എന്നെ മടുത്തോ? ഞാൻ ഒഴിഞ്ഞേറണോ ജെഡിയുടെ ജീവിതത്തിൽ നിന്ന്? പറയാൻ ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒഴിഞ്ഞു പൊയ്ക്കോളാം ഞാൻ. ഈ ലോകത്ത് തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളാം. I'm sorry. കൊച്ചേ, കൊച്ചേ. നാ കൊച്ചേ, ബദാം ജ്യൂസ്. ഈ നാദറ കുഞ്ഞുണ്ടാക്കി വെച്ച ഓരോരോ ശീലങ്ങളെ, പാലിന്റെ നേരത്ത് പാലും ജ്യൂസിന്റെ നേരത്ത് ജ്യൂസും. കൊച്ചിന്റെ ആരോഗ്യ കാര്യത്തിലാ കൊച്ചമ്മയുടെ ശ്രദ്ധ. പകരം കൊച്ചു തിരിച്ചു കൊടുക്കുന്നതോ? അല്ല, കൊച്ചിന്റെ പേരും പറഞ്ഞ് അവിടെ ജെഡി സാറും നാദറ കുഞ്ഞും കൂടെ മുട്ടം വഴക്ക് നടക്കുക. ആണോ? ആ, അതൊരു അത്ഭുതമാണല്ലോ. ഒരു മനസ്സും രണ്ട് ശരീരവും പോലെ കഴിഞ്ഞവരല്ലേ? അതെ, കൊച്ചിവിടെ വരുന്നത് വരെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇത്രേ ഒരുമയുള്ളൊരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ വന്നതുകൊണ്ട് ഇപ്പൊ എന്താ പറ്റിയേ? അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്താ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ കൊച്ചിൻ്റെ മുഖം ഇവിടെ കണ്ടത് പിന്നെ നാദറ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ജെഡി സാർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. ഓഹോ, ആ, അപ്പോ എനിക്ക് വേണ്ടിയിട്ടാ ചെറിയച്ഛൻ ആന്റിയോട് വഴക്കിടുന്നേന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ചെറിയച്ഛന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കണമല്ലോ. പിന്നെ കണ്ണും കാതും ഇല്ലാത്ത ഇഷ്ടമല്ലയോ? എൽദോങ്കിളിന് എന്നോട് ഇഷ്ടമുണ്ടോ? പിന്നില്ലാതെ, കടിച്ചു തിന്നാനുള്ള ഇഷ്ടമാ എനിക്ക് കൊച്ചിനോട്. ആന്റിക്കോ? ആന്റിക്ക് എന്നോട് ഇഷ്ടമുള്ളതായിട്ട് അങ്കിളിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയുള്ള ഇഷ്ടമായിരിക്കും? അതാ കൊച്ചെ ശരിയായ ഇഷ്ടം. ഒരമ്മ മകളോട് കാണിക്കുന്ന ഇഷ്ടം. പക്ഷേങ്കിൽ 10 ചമ്മഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ. അതാ കൊച്ചിന് മനസ്സിലാവാത്തത്. ആ ക്ലാസ്സിങ്ങട്. അതെ, പെറ്റമ്മ തന്നെയാ. ആ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ കാണാൻ എനിക്കും പറ്റില്ല. ജെഡി, നമ്മൾ എന്തിനാ കലഹിച്ചേ?
അറിയില്ല. താനെന്തിനാ കരഞ്ഞത്? എനിക്കും അറിയില്ല. ഇന്നത്തെ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ആദ്യവ. അത് അവസാനത്തേതും ആവട്ടെ, അല്ലേ ജെഡി? ചില വാക്കുകൾ എഴുതിയാലും പറയരുത് എന്ന് എനിക്ക് ബോധ്യമായി. കൈവിട്ട അക്ഷരം തിരുത്തി എഴുതാം, പക്ഷെ പറഞ്ഞുപോയ വാക്ക്. സോറി നാദ്ര, ഐ എം റിയലി സോറി. സോറി. ഇങ്ങനൊരു ക്ഷമ ചോദിക്കുമ്പോൾ ജെഡി അത് മനഃപൂർവ്വം എന്നോട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നിപ്പോ. അത് വേണ്ട. ജെഡി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. നിന്നോടുള്ളതുപോലൊരു അടുപ്പം, സ്നേഹം, ഉത്തരവാദിത്വം, അതൊക്കെ എനിക്ക് ആ മോളോടും തോന്നിപ്പോയി. നീ ഭാര്യയും അവൾ മകളും. ആയിക്കോളൂ. പക്ഷെ പെൺമക്കൾ അച്ഛനമ്മമാർക്കുള്ളതല്ല. അവരെ നാളെ ആരെങ്കിലും കൈപിടിച്ച് കൊണ്ടുപോകും. സാരമില്ല, അതുവരെ അവൾ നമ്മുടെ മകളായിട്ടിരിക്കുമല്ലോ. ഇരുന്നോട്ടെ. പക്ഷെ ചേട്ടൻ്റെ മോള് മാത്രം മതിയോ നമുക്ക്? അവൾ എന്തെങ്കിലും നമ്മൾ കൈവിട്ട് പോവും. നമുക്കും വേണ്ട ഒരു കുഞ്ഞ്. സത്യം പറഞ്ഞ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ അനുഭവത്തിലൂടെ ഞാൻ എൻ്റെ അച്ഛനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക, കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി അച്ഛൻ സഹിക്കുന്ന ത്യാഗം, ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ പകരമായി സ്വാതന്ത്ര്യത്തോടെ ചെന്ന് ഒരാശ്വാസവാക്കെങ്കിലും പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാ ഇപ്പോഴത്തെ എൻ്റെ സങ്കടം. മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണ്. അതിനവരോട് ആശ്വാസവാക്കോ നന്ദി വാക്കോ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ എന്നും അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നാൽ മാത്രം മതി. അത് മരിച്ചാലും ഉണ്ടാവും. എന്നാലും ജീവിച്ചിരിക്കെ അച്ഛൻ എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം അതുണ്ടാവില്ലേ മനുവേട്ടാ? ഉണ്ടാകണമല്ലോ. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ പല വഴി ആലോചിക്കുന്നത്. ഇനി ജയ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ ജെഡി സാറിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാ എന്റെ അഭിപ്രായം. അല്ലാതെ ഏട്ടന്റെ മകളെന്ന നിലയ്ക്ക് ഇവളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾ സ്വന്തം മകളാണെന്നറിഞ്ഞ വെറുക്കുവാണോ ചെയ്യുക? അങ്ങനെ ചിന്തിക്കാൻ തോന്നിയത് നമ്മുടെയൊക്കെ വിട്ടിത്താന്നാ എനിക്കിപ്പോ തോന്നുന്നേ. നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ ജയ സത്യം പറഞ്ഞ ജെഡി സാർ ഇവളെ അംഗീകരിച്ചേക്കാം. ഇപ്പോഴത്തേനേക്കാൾ 100 ഇരട്ടി സ്നേഹിക്കുകയും ചെയ്തേക്കാം. അത് ഒരു വശം. മറിച്ച് താൻ ഒരിക്കൽ ഊതിക്കാച്ചി എടുത്ത സൃഷ്ടി അഗ്നിക്കിരയാക്കിയ നിന്റെ അമ്മയോടുള്ള പക ജെഡി എന്ന എഴുത്തുകാരൻ്റെ മനസ്സിൽ ഇപ്പോഴും അണയാതെ കിടപ്പുണ്ടെങ്കിൽ ആ കനലിൽ ചിലപ്പോൾ ഈ മകളോടുള്ള സ്നേഹവും എരിഞ്ഞടങ്ങിയെന്ന് വരും. അതുകൊണ്ട് അങ്ങനൊരു പരീക്ഷണം എന്തായാലും വേണ്ട. എന്നാ മനുവേട്ടൻ തന്നെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അച്ഛന്റെ സന്തോഷം ആന്റിയോടൊത്തുള്ള ജീവിതമാ. എന്നിട്ടും എനിക്ക് വേണ്ടി ആന്റിയോട് കലഹിക്കാൻ പോലും തയ്യാറാവുന്ന അച്ഛന്റെ അവസ്ഥ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞാൻ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും എന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും തയ്യാറായി നിൽക്കുന്ന ആന്റിയുടെ മനസ്സ്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഞാനിപ്പോ ആകെ ശ്വാസം മുട്ടുക മനുവേട്ട. എനിക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം കൂടിയേ തീരൂ. താൻ ഇങ്ങനെ തുടങ്ങിയാലോ? എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയുന്നുള്ള വിശ്വാസത്തിൽ കുറച്ചു നാളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. തീരെ പറ്റാതാവുമ്പോ ഇവള് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അറ്റകൈ നമുക്ക് പ്രയോഗിച്ചു നോക്കാം. ഡോ, താൻ ആ കണ്ണൊക്കെ തുടച്ചേ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയിക്കോ. ഞാൻ ലൈബ്രറിയിൽ ഒന്ന് കയറട്ടെ. പറ്റുമെങ്കിൽ നമുക്ക് നാളെ കാണാം. ശരി, വാ. ഹലോ, യെസ് സ്പീക്കിംഗ്. മാഡം, ഇത് മുംബൈയിൽ നിന്ന് കിഷൻലാലാണ്. ഓർക്കുന്നുണ്ടോ മാഡം? രവിശങ്കർ സാറിൻ്റെ സോങ് റെക്കോർഡിങ്ങിന് മുംബൈയിലെ അറേഞ്ചർ ഞാനായിരുന്നു. ഓ, കിഷൻ ലാൽ, തീർച്ചയായും ഓർക്കുന്നു.
എന്താ പ്രത്യേകിച്ച്? മാഡം, വേൾഡ് ഫേമസ് ആയ മ്യൂസിക് ടുഡേ ടീം ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ 10 സിംഗേഴ്സിനെ അണിനിരത്തി ഒരു ആൽബം തയ്യാറാക്കുന്നുണ്ട്. ആഹാ, കൊള്ളാലോ. കിഷൻലാലാണോ പ്രോജക്ട് ഡിസൈനർ? അതെ മാഡം. കുറച്ച് ദിവസമായി മാഡത്തെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ വരട്ടെ എന്ന് വിചാരിച്ചു. ഫൈനൽ ഡിസിഷനോ? സീനിയേഴ്സ് മാത്രം അണിനിരക്കുന്ന ഒരു പ്രോജക്റ്റിൽ എന്റെ കാര്യത്തിൽ എന്ത് ഫൈനൽ ഡിസിഷൻ? അതൊക്കെ ഉണ്ട് മാഡം. 10 സിംഗേഴ്സിൽ ഒരാൾ ഒരു ന്യൂ സിംഗർ ആയിരിക്കണമെന്നാണ് കമ്പനിയുടെ തീരുമാനം. അതിനുവേണ്ടി 2000-ഓളം സിംഗേഴ്സിൻ്റെ സോങ് കേട്ട ശേഷം ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാനി സിംഗറായ മിസ്സിസ് നാദിറ ജെഡിയാണ്. മൈ ഗോഡ്, ഈസ് ഇറ്റ് ട്രൂ? അതെ മാഡം. ഈ ഗോൾഡൻ ചാൻസ് യാതൊരു കാരണവശാലും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. മുംബൈയിൽ ഇതിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് മൺഡേ മാഡം ഇവിടെ എന്തായാലും എത്തേണ്ടി വരും. 15-നോ 16-നോ ആയിരിക്കും റെക്കോർഡിംഗ്. അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും മറ്റ് ഡീറ്റെയിൽസും നാളെ തന്നെ അയക്കട്ടെ മാഡം. ഓ ഷുവർ. ഇത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ കിഷൻ? തീർച്ചയായും ഞാൻ ഈ ഓഫർ സ്വീകരിക്കുന്നു. ഡീറ്റെയിൽസ് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. മുംബൈയിലേക്ക് പറക്കാൻ ഞാൻ ഇപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ. ഛേ, ഈ ജെഡിക്ക് ലൈബ്രറി പോകാൻ കണ്ട സമയം. എന്നതാ കുഞ്ഞെ, ജിഷ കുഞ്ഞിന് പിന്നെ വല്ല ആക്സിഡന്റും പറ്റിയോ? ഛേ, ഒരു ഗുഡ് ന്യൂസ് ആരോട് പറയണമെന്ന് കരുതി വീർപ്പ് മുട്ടി ഇരിക്കുമ്പോഴാ എൽദോയുടെ ഒരു ആക്സിഡന്റ്. അയ്യോ, കുഞ്ഞിനല്ല, പിന്നെ ജിഷ കുഞ്ഞിന് വല്ല ആക്സിഡന്റും പറ്റിയോ ഞാൻ ചോദിച്ചത്. ഇതൊന്നും അല്ല. അല്ലയോ? എന്റെ എൽദോ എന്നെ മുംബൈയിലേക്ക് പാടാൻ ക്ഷണിച്ചിരിക്കുക. ആണോ? ആ, കുഞ്ഞു പാടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാ. വലിയ പേരും പ്രശസ്തിയും കാശും ഒക്കെ കിട്ടുന്ന കാര്യമല്ലയോ? പക്ഷേങ്കിൽ പാട്ടും കൂത്തും ഒക്കെയായി ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ ഓടി നടന്നിട്ട് അവസാനം തിരിച്ച് ഇവിടെ വരുമ്പോ ജീവിതമില്ലാതായി പോകരുത്. ഓ, ഇതാ എനിക്ക് ഈ എൽദോമായിട്ട് അടുപ്പം കാട്ടാൻ ഇഷ്ടമല്ലാത്തത്. ഏത് ശുഭകാര്യവും അശുഭ ചിന്തയോട് മാത്രമേ കാണത്തുള്ളൂ. അയ്യോ കുഞ്ഞ, ഞാൻ വേണ്ട വേണ്ട, എൽദോ ഒന്ന് പോയേ. ഈ ഗുഡ് ന്യൂസ് ജെഡി അറിയുമ്പോ ശരിക്കും എന്നെ അഭിനന്ദിക്കും, മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യും. എനിക്കത് മതി. സന്തോഷം അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മുംബൈയിലേക്ക് ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇതെനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായി കണക്കാക്കൂ. അത് വാങ്ങാൻ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അതിലെന്താ ജെഡിക്ക് ഇത്ര ആലോചിക്കാൻ? ഭാര്യയ്ക്ക് എസ്കോട്ട് പോകുന്നു എന്നുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട. നീ എന്തൊക്കെയാ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? ഭാര്യയുടെ കഴിവിനെയും പ്രൊഫഷനെയും അംഗീകരിക്കാത്ത ഓതി ഉറപ്പിച്ച് ഈഗോസായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് പോയാൽ ജിഷയുടെ കാര്യം ആര് നോക്കുമെന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. ഓ, അപ്പൊ അതാണല്ലേ കാര്യം? എന്താ, അത് നമ്മൾ തന്നെ നോക്കേണ്ടതല്ലേ? നമ്മളല്ല, ജെഡി. ജെഡിക്കിപ്പോ അവള് കഴിഞ്ഞല്ലേ ഉള്ളൂ ഞാൻ, ശരിയല്ലേ? അങ്ങനെ ഒരു താരതമ്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനൊരു മാറ്റം വരുത്താൻ എനിക്കാവില്ല. ശരി, എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട, എങ്ങും വരണ്ട, എനിക്ക് അംഗീകാരവും വേണ്ട. തീർന്നില്ലേ? തീർന്നില്ല. നീ പോവും. കഴിഞ്ഞ തവണ റെക്കോർഡിങ്ങിന് പോയതുപോലെ തനിച്ച്. എന്നിട്ട് ഈ അംഗീകാരം ഉണ്ടല്ലോ, അത് നാദിറയുടെ സംഗീത ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുകയും അതിൽ ഈ ഞാൻ, തന്റെ ജെഡി, അഭിമാനിക്കുകയും ചെയ്യും. വേണ്ട, ഒറ്റയ്ക്കിനി ഞാൻ പോവില്ല. പാടാനുള്ള അവസരങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചതുപോലെ അതുകൊണ്ടല്ലേ. ഇതിപ്പോ ഇന്ത്യ ഒട്ടുക്കുള്ള ആയിരക്കണക്കിന് ന്യൂ സിംഗേഴ്സിൽ നിന്നും എനിക്ക് മാത്രം കൈവന്ന ഒരു ഭാഗ്യവാ. രാജ്യത്തെ ഏറ്റവും മികച്ച ഗായകർക്കൊപ്പം ഒരിടം. ആ സ്ഥാനത്തിന് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യമായി എൻ്റെ കൂടെ എൻ്റെ ജെഡി ഉണ്ടാവണം. പ്ലീസ്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതുപോലെ ഒരു ആഗ്രഹം ഇനി ഒരിക്കലും ഞാൻ പറയില്ല. പ്ലീസ് വരണം.